ബാറ്റ്മാൻ കുഞ്ഞിരാമന്റെ ദേശം എന്ന ഗ്രാമത്തിൽ നിന്ന് വീണ എങ്ങനെ ഉണ്ടാവും? പറഞ്ഞുതരാം. അതായത് ദേശത്ത് കുഞ്ഞിരാമൻ തുടങ്ങി വെച്ച സൽശാപം ഇപ്പോഴും നടന്നു വരുന്നുണ്ട്. അതേസമയം തന്നെ കുഞ്ഞിരാമനും തങ്കമണിയായിട്ടുള്ള കല്യാണം ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു. ഈ സമയത്താണ് യാദൃശ്ചികമായ ഒരു രാത്രി ലാലു കുട്ടന്റെ കടയിൽ തയ്ച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഇരുണ്ട വലിയ രൂപം കടയിലോട്ട് നടന്നു വരുന്നത്. ആ രൂപത്തെ കണ്ട് പേടിച്ച ലാലു അപ്പൊ തന്നെ ബോധം കെട്ട് വീണു. ഈ വാർത്ത നാട് മൊത്തം പരന്നു. അങ്ങനെ ആ രൂപത്തെ കാണാൻ നാട്ടുകാർ മൊത്തം തടിച്ചു കൂടി. പേടിച്ചും കൗതുകത്തോടെയും നോക്കിയിരുന്ന നാട്ടുകാരിലേക്ക് താൻ സ്വയം ഇംഗ്ലീഷിൽ തന്നെ പരിചയപ്പെടുത്തി. ഞാനാണ് ബാറ്റ്മാൻ. ഇന്നലെ ഇതിലെ പറക്കും വഴി എൻ്റെ ബാറ്റ് വെഹിക്കിൾ കേടായി ഞാൻ ഇവിടെ വീഴേണ്ടി വന്നു. അത് ശരിയാക്കിയാൽ മാത്രമേ എനിക്ക് എൻ്റെ നാട്ടിലോട്ട് തിരിച്ചു പോകാൻ സാധിക്കൂ എന്ന് ബാറ്റ്മാൻ പറയുന്നു. പക്ഷെ ബാറ്റ്മാൻ്റെ ഇംഗ്ലീഷ് കേട്ട് അന്താളിച്ചെന്ന നാട്ടുകാർക്ക് ഒന്നും മനസ്സിലായില്ല, ഒരാൾ വിളിച്ച്. വെൽ ഡൺ വാസു. ഇത് കേട്ടുടനെ വാസു പറയുന്നു, ഇതുപോലെയുള്ള കുറേമാരെ ഞാൻ എൻ്റെ ദുബായ് ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ഇവന്മാർ പറയുന്നതെല്ലാം ഉഡായിപ്പാണെന്ന്. പക്ഷെ ഇതിന് മറുപടിയായി ബാറ്റ്മാൻ പറയുന്നു, ഒരിക്കലും അല്ല, ഞാനൊരു സൂപ്പർ ഹീറോ ആണ്, ഞാൻ നിങ്ങളെ പറ്റിക്കുകയല്ലെന്ന് പറയുന്നു. ഇതിന് മറുപടിയായി വാസു കൊടുത്ത വാക്ക്, നീ അത്ര വലിയ സൂപ്പർ ഹീറോ ആണെങ്കിൽ ഞങ്ങളുടെ ദേശത്തോട്ട് സൽസ കൊണ്ടുപോവാ, നിന്റെ വണ്ടി ഞങ്ങൾ ശരിയാക്കി തരാമെന്നായിരുന്നു. അയാൾ ബിവറേസിൽ പോവുകയാണ് സൽസ മേടിക്കാൻ. അവസാനം മേടിച്ച സൽസ പൊട്ടാതിരിക്കാൻ അത് തന്റെ ബാറ്റ് വിങ്ങിനെ ഇടയിൽ ഒളിപ്പിച്ചാണ് അയാൾ ദേശത്തോട്ട് കൊണ്ടുവരുന്നത്. സൽസ വന്ന സന്തോഷത്തിൽ നാട്ടുകാരെല്ലാവരും കോരിത്തരിച്ചു. എല്ലാവരും വാസുവിനെ പുകഴ്ത്താൻ തുടങ്ങി. വെൽ ഡൺ വാസു, വെൽ ഡൺ വാസു. വാസുവിന്റെ വാക്ക് കാരണമാണ് ഇവർ സൽസ എത്താൻ കാരണം. ആ സന്തോഷത്തിൽ വാസു തന്റെ മകളെ ബാറ്റ്മാന് കല്യാണം കഴിച്ചു കൊടുക്കാൻ തീരുമാനിക്കുന്നു. ഈ സങ്കടത്തിൽ കുഞ്ഞിരാമൻ തന്റെ ദേശം വിട്ടു പോവുകയാണ്. അങ്ങനെ ബാറ്റ്മാന്റെ കല്യാണം കഴിഞ്ഞു. വെയിറ്റ്, പക്ഷെ കുഞ്ഞിരാമൻ തിരിച്ചു പോയെങ്കിലും കല്യാണത്തിന് ക്ഷണിക്കാതെ ഒരു അതിഥിയും കൂടെ വരുന്നുണ്ട്. വേറെ ആരുമല്ല, ജോക്കർ.